വില ഉയരുമെന്ന പ്രതീക്ഷയിൽ വിളവിനായി കാത്തിരുന്ന കർഷകർക്ക് കനത്ത മഴയും ഉരുൾപൊട്ടലും നൽകിയത് ഇരട്ടപ്രഹരം. കൃഷിയിടങ്ങൾ നശിച്ചതോടെ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന ആശങ്കയിലാണ് ഏലം കർഷകർ. ഒരു മാസത്തോളമായി തുടരുന്ന കനത്ത മഴയും ഉരുൾപൊട്ടലും വെള്ളപ്പാച്ചിലും രാജഗിരി ജോസ്ഗിരി മേഖലയിലെ ഏലം കർഷകരുടെ പ്രതീക്ഷകൾ തകർക്കുന്നു. മറ്റിടങ്ങളിൽ മഴ കുറഞ്ഞു നിൽക്കുമ്പോഴും മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ ദിവസങ്ങളിൽ കൃഷിയിടങ്ങളിലൂടെ ശക്തമായി വെള്ളം കുത്തിയൊഴുകിയതോടെ നിരവധി ഏലം ചെടികൾ മണ്ണടക്കം ഒലിച്ചുപോയി. വെള്ളം കുത്തിയൊഴുകിയ ഭാഗങ്ങളിൽ ചെടികളുടെ ചുവട്ടിലെ മണ്ണ് നീങ്ങുകയും കായകൾ ഒഴുകിപ്പോകുകയും ചെയ്തു. മികച്ച വിളവ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഏലം കൃഷിയാണ് മഴയിൽ വ്യാപകമായി നശിച്ചിരിക്കുന്നത്. തുടർച്ചയായി മഴയിൽ വെള്ളം കെട്ടിനിൽക്കുന്ന പ്രദേശങ്ങളിലെ ഏലം കായകൾ നശിക്കുന്നതും കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാക്കുന്നു. ഒരു ഭാഗത്ത് ചെടികൾ ഒലിച്ചു പോകുമ്പോൾ മറുഭാഗത്ത് കായകൾ നശിക്കുന്ന അവസ്ഥയാണ്. വില ഉയരുമെന്ന പ്രതീക്ഷയിൽ മികച്ച വിളവിനായി കാത്തിരുന്ന കർഷകർക്ക് കനത്ത മഴ കനത്ത തിരിച്ചടിയായിരിക്കുകയാണ്. ഏക്കർ കണക്കിന് ഏലം കൃഷിയാണ് മഴവെള്ളപ്പാച്ചിലിൽ നശിച്ചത്. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി ജോസ്ഗിരി താബോർ മേഖലകളിലാണ് വ്യാപകമായി ഏലം കൃഷിയുള്ളത്. തുടർച്ചയായ കനത്ത മഴയും ഉരുൾപൊട്ടലും മഴവെള്ളപ്പാച്ചിലും ഈ മേഖലയിലെ ഏലം കർഷകരെ കടുത്ത ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇപ്പം ഈ കനത്ത മഴ നമുക്കിവിടെ ശരിക്കും രാജഗിരി ജോസ്ഗിരി പ്രദേശത്ത് ഒരു മാസത്തോളമായി തുടർച്ചയായി തന്നെ മഴ പെയ്യുന്നു. മറ്റു സ്ഥലത്ത് മഴയില്ലെങ്കിൽ ഇവിടെ ഭയങ്കര ഹെവി റെയിനാണ്. അപ്പോൾ ആ 1-ാം തീയതി ഉരുൾപൊട്ടൽ ഉണ്ടായി അന്ന് ഈ കൃഷിയിടത്തിലൂടെ എല്ലാം ശക്തമായി തന്നെ കുത്തി ഒഴുകി വെള്ളം കയറി ഒഴുകിപ്പോയി. ഈ ഒഴുകിപ്പോയ സ്ഥലത്ത് കുത്തി ഒഴുകി മണ്ണടക്കം പറിഞ്ഞു പോയ ചെടികൾ നഷ്ടപ്പെട്ടു. അതുകൂടാതെ ഈ ഏലം പോലുള്ള ചെടികളുടെ ചുവട്ടിലൂടെ വെള്ളം ഒഴുകിയ ആ കായകൾ മുഴുവൻ പൊഴിഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഒരു കായ കിട്ടുന്നതായിരുന്നു. അത് ഒഴുകാത്ത സ്ഥലത്ത് കായ നിൽക്കുന്നുമുണ്ട്. അത് നിങ്ങൾ കണ്ടില്ലേ അവിടെ. അപ്പോൾ ഇതിങ്ങനെ മുഴുവനും നശിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നത്. ഇതിപ്പം വലിയൊരു നഷ്ടമാണ്, കർഷകർക്ക് വലിയ നഷ്ടമായി. ഈ മണ്ണ് കുത്തി ഒഴുകി പോയ സ്ഥലത്ത് ഈ വർഷം വരുമാനമൊന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാല പറിക്കുന്ന പോലെ പറിക്കേണ്ടി വരും. ശരത്തേലൊന്നും ഏലക്കായില്ല, മുഴുവൻ പൊഴിഞ്ഞു പോയി. ഒരു ഒറ്റ ആഴ്ച കൊണ്ടാണ് ഇത് സംഭവിച്ചത്. വെള്ളം ഒഴുകി കഴിഞ്ഞ് അതുവരെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് ശേഷം ഇത് മുഴുവൻ പൊഴിഞ്ഞ് നശിച്ചു. മഴ കൂടുതൽ കൊണ്ടാണോ ഇനി എന്തെങ്കിലും ഫംഗസിന്റെ ബാധയാണോ എന്താണെന്ന് പറയാൻ കഴിയും. അതിനെപ്പറ്റി ഇനി പഠിക്കണം. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ്. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ENT വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ. ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ. അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചെലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനും 04985 242140. മൊബൈൽ 6238 064141.